ഇപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റാണ്. നമ്മൾ രാവിലെ തന്നെ ആളുകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയ്ക്കാണ് വന്നത്. പക്ഷേ ഇങ്ങോട്ട് കാര്യമായ രീതിയിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഒരു ഹോൾസെയിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആളുകൾ കുറച്ച് എത്തുന്നത് പച്ചക്കറി ഒക്കെ വാങ്ങുന്ന സ്ഥലങ്ങളിലോട്ടാണ് എത്തുക. കാരണം പച്ചക്കറിയിലോട്ടൊന്നും കാര്യമായി പ്രതിഫലിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്ന ആളുകളോട് പ്രതികരണങ്ങൾ തേടാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള ആളുകൾ എത്തുന്നില്ല. ഡൽഹിയിലെ പോലെ പറഞ്ഞ അവസ്ഥ പോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യം. ഒരു 10 മണിയൊക്കെ കഴിയും ആളുകൾ തുടങ്ങുമ്പോഴത്തേക്കെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആളുകൾ വാങ്ങാൻ വന്ന ആളുകൾക്ക് പ്രതികരണങ്ങൾ ആളുകൾ എത്തുന്ന മുന്നോടിയായിട്ട് കടക്കാരോട് തന്നെ ചോദിച്ചു നോക്കാം അത് ഏത് തരത്തിൽ പ്രതിഫലിച്ച് തുടങ്ങിയെന്നുള്ളത്. ചേട്ടാ, ഇപ്പം സർക്കാർ GST പറഞ്ഞു നമ്മുടെ ബില്ലിംഗ് സംവിധാനങ്ങളിലൊക്കെ അത് പ്രതിഫലിച്ചു. ഇന്ന് ഉച്ച കഴിയും സോഫ്റ്റ്വെയർ ഒക്കെ മാറി വന്നെങ്കിൽ മാത്രമേ ഈ ബില്ലിലുള്ള കുറവ് 18% 5% ആകുമ്പോൾ 8% കുറഞ്ഞു വരുള്ളൂ. പുതിയ ലോഡ് എടുക്കണം. കടകളിലാണെങ്കിൽ സാധനങ്ങൾ ആവശ്യത്തിന് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും റീഇംബേഴ്സ്മെൻ്റ് ഒന്നും കമ്പനി പറയുന്നില്ല. അതെല്ലാം കടക്കാർക്ക് വൻ ബാധ്യതകളായി വരും. പഴയ സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് പഴയ വിലയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? പഴയ വിലയ്ക്ക് കമ്പനിയുടെ അടുത്ത് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും കുറവ് ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കണം എന്നൊരു താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. വരുന്ന ആളുകളൊക്കെ വില കുറഞ്ഞില്ലേ, ഇത് പഴയ വിലയാണല്ലോ ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് ഇതുവരെ ബില്ലിംഗ് ആയിട്ടില്ല. ബില്ലിംഗ് ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള കുറവ് ചെയ്തു തരുന്നതാണെന്ന് പറയുന്നുണ്ട്. എത്ര സമയം എടുക്കും ഏകദേശം? പക്ഷെ ഇന്ന് പ്രതീക്ഷ വേണ്ടെന്ന് സോഫ്റ്റ്വെയർ ഒക്കെ കമ്പനികളിൽ നിന്ന് ചില ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്. ചില കമ്പനികളൊക്കെ കാഡ്ബറിയൊക്കെ ബോംബെയിൽ നിന്നൊക്കെയാണ് ബില്ലിംഗ് ചെയ്യണത്. അവരൊക്കെ സോഫ്റ്റ്വെയർ മാറി വരണം. വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനം ഞങ്ങളിൽ എത്തിയിട്ട് ഞങ്ങൾ വ്യാപാരിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചെറുകിട സാധനം വാങ്ങുന്നവർക്ക് കിട്ടത്തുള്ളൂ. വലിയ ആശ്വാസമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കച്ചവടം കൂടാനുള്ള സാധ്യതയുണ്ടല്ലേ? കച്ചവടം കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വ്യാപാരിക്ക് അല്പം മാർജിൻ കൂടുതൽ കിട്ടും, വാങ്ങുന്നവർക്ക് ചെറിയൊരു മാർജിൻ കൂടുതൽ കിട്ടും. മൊത്തത്തിൽ ഒരു പ്രതീക്ഷ ഉയർത്തുന്നു കമ്പോളത്തിൽ. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. കച്ചവടക്കാർ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് പറയുന്നത്. കുറച്ച് സമയം കൂടി എടുക്കും ഈ ബില്ലിംഗ് ഒക്കെ സംവിധാനങ്ങളൊക്കെ. സ്വാഭാവികമായും നമുക്ക് വരുന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരു പരിഷ്കരണം വരുന്ന സാഹചര്യത്തിൽ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി ആളുകളിലേക്ക് അത് കൊണ്ടുവരിക അല്ലെങ്കിൽ വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. 1-2 ദിവസം അതൊരു പ്രശ്നമാണ്. കച്ചവടക്കാരുടെ ഒരു കൺസേൺ കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം. കാരണം അവർക്കിപ്പോ നേരത്തെ പഴയ വിലയിൽ മേടിച്ചു വെച്ച സാധനങ്ങളാണ് അത് പുതിയ വിലയിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രയാസങ്ങളുണ്ട്. റീഇംബേഴ്സ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണ്ടായി. ഞാൻ ഇന്ന് തന്നെ കടയിൽ പോകാന്ന് വിചാരിച്ചിരുന്നു. 2 ദിവസം പഴയ സ്റ്റോക്കിൽ ഒരു തീരുമാനം ആയ ശേഷം പോയാൽ മതി. മതിയാവും, ഒരു തീരുമാനമായിട്ട് പോയാൽ മതി. കാരണം മന്ത്രി അല്പസമയത്തിന് നമ്മുടെ ഒപ്പം എത്തും. അപ്പോൾ മന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്ത് പറയാനുണ്ടെന്ന് കൂടി പ്രശ്നമാണ്. സിജോ, ഇപ്പോൾ ആളുകൾ മാർക്കറ്റിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. കച്ചവടക്കാർ അവരുടെ ഒരു കൺസേൺസ് പങ്കുവെക്കുന്നുണ്ട്. കാരണം അവർ പഴയ വിലയിൽ മേടിച്ച സാധനങ്ങളാണ്, അത് പുതിയ വിലയിൽ എന്ന് വെച്ചാൽ ഇത്രയും ഇളവിൽ വിൽക്കുമ്പോൾ സ്വാഭാവികം അവർക്കത് വലിയ നഷ്ടം വരും. അപ്പൊ ഈ നഷ്ടം നികത്താൻ ഇപ്പോൾ ധനകാര്യ വകുപ്പ് അല്ലെ വാണിജ്യ വകുപ്പിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നെങ്കിലും ഇടപെടലുകൾ മാർക്കറ്റിൽ വിപണിയിൽ ഉണ്ടായിട്ടുണ്ടോ? കച്ചവടക്കാരുമായി ഈ GSTയിലെ വിലക്കുറവ് കാര്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഈ കൂടുതലും സാധനങ്ങൾ ഈ അവശ്യ സാധനങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ വൻകിട സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് ഒരു പരിധി വരെ പോകാം. ഇന്നലെ നമ്മൾ പത്രങ്ങളിലൊക്കെ പരസ്യം കണ്ടതാണ് ഇങ്ങനെ സാധനങ്ങളുടെ വില കുറയും എന്നുള്ളൊരു കാര്യം. പക്ഷേ അതിന് താഴത്തോട്ട് നമ്മൾ ചെറിയ കടകൾ ഷോപ്പുകളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിലക്കുറവ് അല്ലെങ്കിൽ ഇന്നു മുതൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി ചെന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. ഇവരെ കൺസേൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MRP വേറെ വിലയിൽ എടുത്തിരിക്കുന്നു, പിന്നെ കുറച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ സ്റ്റോക്ക് ഇരിക്കുന്നത് പഴയ വിലയിൽ തന്നെ കൊടുക്കുക. അതിലെന്തെങ്കിലും ആ സെയിലിൽ എന്തെങ്കിലും പറയുന്നത് പോലെ റിഡക്ഷൻ അങ്ങനെ സംഭവങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നോക്കാം എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു കാര്യങ്ങൾ എന്തായാലും ഇല്ല. മിൽമയൊക്കെ എന്തായാലും പാലുൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ട്. നെയ്യൊക്കെ 45 രൂപ കുറച്ചിട്ടുണ്ട്. അതൊക്കെ ഇമ്മീഡിയറ്റ്ലി വരും. പക്ഷെ നമ്മൾ ചെറുകിട ഷോപ്പുകളിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പ്രതിസന്ധി.